പിണറായി വിജയൻ മോശമായതിന് ഉത്തരവാദിത്വം കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്, BJPക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരും ഉത്തരവാദികളാണ്. പിണറായി വിജയനെ പോലെ അലവലാതിയെ ഇത്രയും കാലം സഹിച്ചതിനകത്ത് ഒരാവശ്യം ഇല്ല കേരളത്തിൽ ഞങ്ങൾക്ക് സഹിക്കും. അതെ, ഇപ്പം എൻ്റെയൊക്കെ പേരിലുണ്ടായ വിഷയങ്ങൾ ഇവർ CPM ആണ് കൊട്ടേഷൻ എടുത്തത്. മറ്റേ ദല്ലാൽ നന്ദകുമാറാണ് ചുക്കാൻ പിടിച്ചത്. ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഒരു ഇതുപോലത്തെ എല്ലാ കളികൾക്കും നിൽക്കുന്ന ഒരാളാണ്. ഈ സരിതയെ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി സാറിനെതിരെ കളിപ്പിച്ച പോലെ തന്നെയാണ് ഓരോ കളികളും അയാൾ കളിക്കുന്നത്. അയാൾക്ക് പണം മാത്രം മതി. അതിന് ബ്രിട്ടേഴ്സൊക്കെ ഉണ്ടാക്കിയ കോടികൾ എത്ര കോടിയാണ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിരിക്കുന്നത് ബ്രിട്ടേഴ്സിനെ പോലെ ഒരാൾ. അമൃതാനന്ദമയി മഠത്തിനെതിരെ ഇതുപോലെ ഒരു ആരോപണം കൊണ്ടുവന്നിട്ട് അത് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ വൻ പണമാണ് വാങ്ങിയത് ബ്രിട്ടേഴ്സ്. ഓർക്കുന്നുണ്ടാവുമല്ലോ, അമ്മയുടെ ആശ്രമത്തിനെതിരെ ഒരു വലിയ അലിഗേഷൻ കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്നൊരു ഫോറിൻ ലേഡിയെ വെച്ചിട്ട് ഇയാൾ അവിടെ എവിടെയാണ് നമ്മുടെ ഓസ്ട്രേലിയയിൽ പോയി ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് വന്നത്. അപ്പം ഈ ഹിന്ദു സംവിധാനങ്ങളെ തകർക്കുന്ന കാര്യം വന്നാൽ അത് ആദ്യം അതിൻ്റെ ഒരു കൊട്ടേഷൻ എടുക്കുന്നവരാണ്. എന്നിട്ട് ഇപ്പോൾ അവസാനം പിണറായി വിജയൻ ഇനി കൊള്ളിയല്ല, ഒരു രക്ഷയില്ല, CPM പാർട്ടി തന്നെ തീർന്നെന്ന് ബോധ്യം വന്നപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടാനും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്നൊരു കളി മാത്രമാണത്. ഇത് ഇയാളുടെ കുഴപ്പമായത്, ഇതെല്ലാം ഞങ്ങളെല്ലാം മിടുക്കന്മാർ തന്നെയായിരുന്നു എന്ന് പറയുന്നൊരു കളിയിലോട്ട് ഇറങ്ങുന്ന ഒരു സമീപനമില്ല. ഇത് ഈ സംവിധാനം പടിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ആരാണ്? ക്വാളിറ്റിയുള്ള ഒരെണ്ണം ഉണ്ടോ ഈ പാർട്ടിക്കകത്ത്? ഒരുത്തം പോലുമില്ല. അങ്ങനെ അതപ്പതിച്ച് പോയൊരു സിസ്റ്റമാണിത്. ഒരു കൊള്ളസംഘം മാത്രമാണ്. അപ്പോൾ അവരൊക്കെ അതുകൊണ്ട് ഇപ്പോൾ ഇവർ വളരെ തന്ത്രപരമായിട്ട് ഇയാൾ മാത്രം കൊള്ളിയലായിരുന്നു കേട്ടോ എന്ന് പറയുന്നതാണ്. ഒരക്ഷരം ഉണ്ടായിരുന്നില്ല. ഇയാൾ ഈ കാണിച്ച് തോന്നിയ ദിവസം മുഴുവന്മാർ കണ്ടോണ്ടിരുന്നു. 10 വർഷം കണ്ടോണ്ടിരുന്നില്ല. എന്താ അന്ന് ഉണ്ടായിരുന്നത്? സാറിനെതിരെയും ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു കേസല്ല, ഒരുപാട് കേസ്. ഒരു കേസ് എന്ന് പറഞ്ഞാൽ പോക്സോ കേസ് വരെ കെട്ടിച്ചമച്ച കേസ് ഉണ്ടായിരുന്നു. സാറിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. പിന്നീട് ആ വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വന്നു. സാർ നമസ്കാരം. കേരളം 10 വർഷക്കാലം മുഖ്യമന്ത്രി കസേരയിലിരുന്ന് ഭരിച്ച പിണറായി വിജയൻ അതിനു മുൻപ് 18 വർഷക്കാലം CPM എന്ന പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി നടന്നൊരാൾ. അപ്പോൾ പാർട്ടിയെയും ഭരണത്തെയും തൻ്റെ കൈപ്പിടിയിലും കാൽക്കീഴിലും ഒതുക്കി കേരളത്തെ ഒരു കിരാതവാഴ്ചയിലേക്ക് നയിച്ച ആൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ചില ജീവിതാനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ സാധിക്കും. ഇന്നിപ്പോൾ മാറിയ സാഹചര്യത്തിൽ പിണറായി ഭരണം തീർന്നിരിക്കുന്നു. CPM നിയമസഭയിൽ ഇടതുപക്ഷത്തിനും കേവലം 35 സീറ്റ് മാത്രമായി അവശേഷിച്ചിരിക്കുന്നു. 102 സീറ്റിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി UDF ഭരിക്കുന്നു. ഇന്ന് CPMനെ കഴിഞ്ഞ ദിവസം CPMൻ്റെ സംസ്ഥാന സമിതി ചേരുകയുണ്ടായി. ആ CPMൻ്റെ സംസ്ഥാന സമിതിയിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനും എതിരെ തന്നെയാണ് CPMൻ്റെ പരാജയ കാരണത്തിൻ്റെ പാപഭാരം അവർ കെട്ടിയേൽപ്പിക്കുന്നത്. MP ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ചേർന്നിട്ടാണ് ഇതുപോലെ ഇടതുപക്ഷത്തെ നിർമൂല നാമാവശേഷമാക്കിയത് എന്നാണ് പറയുന്നത്. അത് ബൂത്ത് തലം മുതൽ ബ്രാഞ്ച് തലം മുതൽ ഏരിയ കമ്മിറ്റി, അതുപോലെ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സമിതി, കേന്ദ്ര സമിതി വരെ ഇതേ അഭിപ്രായത്തിൽ നിൽക്കുന്നു. പാർട്ടിയിലും പിണറായി വിജയൻ്റെ ഗ്രിപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ സ്ഥാനം മാത്രമല്ല, അവിടെ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം, MLA സ്ഥാനം വരെ രാജിവെക്കണം എന്നുള്ള അഭിപ്രായം വരുന്നു. കേസുകളാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. മകൾക്കും പിണറായി വിജയനെതിരേക്കുള്ള ED അന്വേഷണങ്ങൾ വരുന്നു. CMRലുമായിട്ട് ബന്ധപ്പെട്ട കേസ്, ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിലിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ തൻ്റെ സ്വന്തം പാർട്ടിയിലും കാലിടറുന്നു. കേസുകളാണെങ്കിൽ ഡെമോക്ലീസിൻ്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്നു. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയമായ ചില കടന്നുകയറ്റങ്ങൾക്ക് അനുഭവം ഉണ്ടായ ഒരാൾ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ഒരാളെന്ന രീതിയിൽ എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? എന്തായിരിക്കും ഇനി പിണറായി വിജയനെ പോലുള്ള ഒരാളുടെ രാഷ്ട്രീയ ഭാവി? ഇത് പറയുമ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ബിംബമാണ്. ഇത് എല്ലാത്തരം കുൽസിത പ്രവർത്തികൾക്കും ഇടയും ഒരു സിമ്പിളാണ് പിണറായി വിജയൻ. CPM ഇപ്പോൾ ഈ കാണിക്കുന്ന പണിയൊക്കെ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലായി ഇതെല്ലാം തകർന്നു, തരിപ്പണമായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് ഇത് ഇപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സ്വപ്നം ഇരയാക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ കുത്തുകേസുകൾ വേറെ ആളുകളെ ഇരയാക്കുന്ന പോലെ ഇവർ ചെയ്യുന്നൊരു പണിയാണിത്. അത് CPM എല്ലാ കാലത്തും ചെയ്യാറുണ്ട്. CPM മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് സംവിധാനം എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്. അല്ല, ഉയർന്നു വരുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ സിദ്ധാന്തങ്ങളുമായി ചേർന്ന് പോകാത്ത ആൾ, നമ്മൾക്ക് വശംവദനാവാത്ത ഒരാൾ, അവരെ എങ്ങനെ നശിപ്പിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം. ഞാൻ ഇപ്പോൾ വിഷയത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ സാറ് തെറ്റിദ്ധരിക്കില്ല, വിഷമം തോന്നില്ലെങ്കിൽ സാറിനെതിരെയും ഒരു കേസുണ്ടായിരുന്നു.
ഇന്ത്യയിൽ ഒരു കേസല്ല, ഒരുപാട് കേസ്. ഒരു കേസ് എന്ന് പറഞ്ഞാൽ പോക്സോ കേസ് വരെ കെട്ടിച്ചമച്ച കേസ് ഉണ്ടായിരുന്നു. സാറിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. പിന്നീട് ആ വോയിസ് ക്ലിപ്പൊക്കെ പുറത്തു വന്നു. പിന്നീട് നിരപരാധിയാണെന്ന് സാറിന്റെ പേര് പോലും എഫ്ഐആറിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പോൾ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളെ, തങ്ങളോട് ചേർന്ന് നിൽക്കാവുന്ന ആളുകളെ ഏത് രീതിയിൽ നശിപ്പിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം. നോക്കൂ, ടി.പി. ചന്ദ്രശേഖരൻ എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? മാതൃസംഘടനയായ CPM എന്ന് തെറ്റിപ്പിരിഞ്ഞ് വേറൊരു സംഘടന ഉണ്ടാക്കി. അതിന്റെ പേരിൽ 51 വെട്ടുവെട്ടിയാണ് അദ്ദേഹത്തെ കാലപുരിക്ക് വെച്ചത്. ഈ 51 വെട്ട് ഇന്ന് കേരളത്തിലെ സാധാരണക്കാരനെ ഏറ്റുകൊണ്ടിരിക്കുകയാണെന്നേ. അപ്പൊ ഇവിടെ പാർട്ടിയിലും ഭരണത്തിലും നിഷ്കാസിതനായിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ കേസുകളുടെ കൂമ്പാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇനി ഒരു നിലനിൽപ്പ് അദ്ദേഹത്തിന് ഉണ്ടാവുക ഈ കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ, അല്ലെങ്കിൽ CPM എന്ന പ്രസ്ഥാനത്തിൽ? എന്താണ് അദ്ദേഹത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഒരു പഴയ CPM അനുഭാവി എന്ന രീതിയിൽ, SFI പ്രവർത്തകൻ എന്ന രീതിയിൽ? CPM ഈ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു എങ്കിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് പിടികിട്ടതാണ്. ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ് കേരളത്തിൽ നടക്കുന്നത്. എന്താ ഇവന്മാരും ഉണ്ടായിരുന്നു? ഒരക്ഷരം ഇവരാരും ഉണ്ടായിരുന്നു. അന്ന് ഈ കൊള്ളകളെല്ലാം അതിൻ്റെ സുഖം അനുഭവിക്കരുത്. ഇവർ ഈ നടത്തുന്ന എല്ലാ തോന്നിവാസങ്ങളും ഇടയും ഒരു ഗുണം എടുത്തവരാണ് ഇവർ. വാഴ നനയുമ്പോൾ ചീര നനയും, എല്ലാം നനഞ്ഞു. അപ്പം ഇതിൻ്റെ ഗുണമെല്ലാം എടുത്തിട്ട് ഇപ്പോൾ അവസാനം പിണറായി വിജയൻ ഇനി കൊള്ളിയല്ല, ഒരു രക്ഷയില്ല, CPM പാർട്ടി തന്നെ തീർന്നു എന്ന് ബോധ്യം വന്നപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടാനും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്നൊരു കളി മാത്രമാണിത്. ഇത് ഇയാളുടെ കുഴപ്പമായത്, ഇതെല്ലാം ഞങ്ങളെല്ലാം മിടുക്കന്മാർ തന്നെയായിരുന്നു എന്ന് പറയുന്നൊരു കളിയിലൂടെ ഒരു സമീപനമില്ല. ഇത് ഈ സംവിധാനം പടുപരാജയമാണ്. ഇതിനകത്ത് ഇപ്പോൾ അങ്ങേക്ക് അറിയാമായിരിക്കുമല്ലോ, അങ്ങേക്ക് അറിയാവുന്ന ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറി നോക്കൂ നിങ്ങളുടെ നാട്ടിലെ. ഞാനൊരു ബ്രാഞ്ചിൻ്റെ കാര്യം പറയുന്നില്ല, ഏത് ബ്രാഞ്ച് സെക്രട്ടറിമാരെ എടുത്തു, ആ നാട്ടിൽ ഒന്നിനും കൊള്ളാത്തവനും അവിടുത്തെ ഏറ്റവും കുഴപ്പക്കാരൻ ആയിരിക്കും ആ ബ്രാഞ്ച് സെക്രട്ടറി. അതിന് മുകളിൽ ലോക്കൽ സെക്രട്ടറി എടുത്തു, ലോക്കൽ സെക്രട്ടറി ഇതുപോലെ കുഴപ്പക്കാരനായിരിക്കും അവിടെ. ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ആരാണ്? ക്വാളിറ്റിയുള്ള ഒരെണ്ണം ഉണ്ടോ ഈ പാർട്ടിക്കകത്ത്? ഒരുത്തം പോലുമില്ല. അങ്ങനെ അതപ്പതിച്ച് പോയൊരു സിസ്റ്റമാണിത്. ഒരു കൊള്ളസംഘം മാത്രമാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ഇപ്പോൾ ഇവർ വളരെ തന്ത്രപരമായിട്ട് ഇയാൾ മാത്രം കൊള്ളിയലായിരുന്നു കേട്ടോ എന്ന് പറയുന്നതാണ്. ഒരക്ഷരം ഉണ്ടായിരുന്നില്ല. ഇയാൾ ഈ കാണിച്ച് തോന്നിവാസം മുഴുവന്മാർ കണ്ടോണ്ടിരുന്ന 10 വർഷം കണ്ടോണ്ടിരുന്നില്ല. എന്താ അന്ന് ഉണ്ടായിരുന്നത്? മിണ്ടിയോ? എവനെങ്കിലും മിണ്ടിയോ? MAV സംസാരിച്ചോ? ഈ ബ്രിട്ടാസ് സംസാരിച്ചോ? ഈ ഗുണമെല്ലാം എടുത്തവരാണ് ഇവർ. ഈ കൊള്ള മുഴുവൻ നടത്തിയവരാണ്. ബ്രിട്ടാസൊക്കെ ഉണ്ടാക്കിയ കോടികൾ എത്രയാണ്? എത്ര കോടിയാണ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിരിക്കുന്നത് ബ്രിട്ടാസിനെ പോലെ ഒരാൾ? അമൃതാനന്ദമയി മഠത്തിനെതിരെ ഇതുപോലെ ഒരു ആരോപണം കൊണ്ടുവന്നിട്ട് അത് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ വൻ പണമാണ് വാങ്ങിയത് ബ്രിട്ടാസ്. ഓർക്കുന്നുണ്ടാവുമല്ലോ, അമ്മയുടെ ആശ്രമത്തിനെതിരെ ഒരു വലിയ അലിഗേഷൻ കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്നൊരു ഫോറിൻ ലേഡിയെ വെച്ചിട്ട് ഇയാൾ അവിടെ എവിടെയാണ് നമ്മുടെ ഓസ്ട്രേലിയയിൽ പോയി ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് വന്നത്. അപ്പം ഈ ഹിന്ദു സംവിധാനങ്ങളെ തകർക്കുന്ന കാര്യം വന്നാൽ അത് ആദ്യം അതിൻ്റെ ഒരു കൊട്ടേഷൻ എടുക്കുന്ന ഇവരാണ്, CPM ആണ്. അവരുടെ നിലനിൽപ്പ് അതാണ്. അതെ, ഇപ്പം എൻ്റെയൊക്കെ പേരിലുണ്ടായ വിഷയങ്ങൾ ഇവർ CPM ആണ് കൊട്ടേഷൻ എടുത്തത്. മറ്റേ ദല്ലാൽ നന്ദകുമാറാണ് യുക്കാൻ പിടിച്ചത്. ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ഒരു ഇതുപോലത്തെ എല്ലാ കളികൾക്കും നിൽക്കുന്ന ഒരാളാണ്. ഈ സരിതയെ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി സാറിനെതിരെ കളിപ്പിച്ച പോലെ തന്നെയാണ് ഓരോ കളികളും അയാൾ കളിക്കുന്നത്. അയാൾക്ക് പണം മാത്രം മതി, അതിനുവേണ്ടി അയാൾ എന്ത് തോന്നിയ ദിവസം കാണിക്കും. അങ്ങനെ ഉള്ള ആളുകളെ ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ എല്ലാ കാര്യവും ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം അറിയാമല്ലോ, ഇപ്പം നമുക്ക് ബാലകൃഷ്ണപിള്ള സാറ് ജയിലിൽ പോയിട്ടുണ്ട്, ഇടമലയാർ കേസിൽ. ജയലളിത ജയിലിൽ പോയിട്ടുണ്ട്, ലാലു പ്രസാദ് യാദവ് പോയിട്ടുണ്ട്, അരവിന്ദ് കെജ്രിവാൾ പോയിട്ടുണ്ട്, സോറൻ പോയിട്ടുണ്ട്. എത്രയോ മുഖ്യമന്ത്രിമാരായിരുന്നുള്ള ജയിലിൽ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയനെ അങ്ങനെ? അതൊക്കെ അവരുടെ പാർട്ടിയിൽ നിന്നുള്ളവരൊക്കെ തന്നെയാണ് ഇതിനകത്ത് അന്ന് പ്രഷർ കൊണ്ടുവന്നത്. അതിനുശേഷം എതിർച്ചേരിയും കളിച്ചു. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞ ഈ പൊളിറ്റിക്കൽ ക്ലാസ് രൂപപ്പെട്ടേക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത്. അതുകൊണ്ട് ഇവിടെ ഈ CPM-ന് മാത്രമല്ല എൻ്റെ ഉത്തരവാദിത്വം. പിണറായി വിജയൻ മോശമായതിന് ഉത്തരവാദിത്വം കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്, BJPക്ക് ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരും ഉത്തരവാദികളാണ്. പിണറായി വിജയനെ പോലെ അലവലാതിയെ ഇത്രയും കാലം സഹിച്ചതിനകത്ത് ഒരാവശ്യം ഇല്ല കേരളത്തിൽ ഞങ്ങൾക്ക് ഏറെ സഹിക്കണ്ടേ. അപ്പോൾ തീർച്ചയായും പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി യുഗത്തിൻ്റെ അന്ത്യമായി എന്ന് തന്നെയാണ് സാറും കണക്കിലെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്രയും നേരം സഹകരിച്ചതിന് വിലപ്പെട്ട സമയം തന്നതിന് വളരെ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.